Good evening, all of you, and welcome to all. ഇന്ന് 2022 നടന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് വിത്ത് ആ സെഷനിലെ കുറച്ച് തിയറട്ടിക്കൽ കോൺസെപ്റ്റ്സ് അതാണ് ഉദ്ദേശിക്കുന്നത്. So we are starting the first question. Given the arithmetic mean 45, mode 48 and what is the median? ഒരു 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന മീനും മോഡും തന്നിട്ടുണ്ട്, മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മീനും മീഡിയനും തന്നിട്ട് മോഡ് കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ മോഡും മീഡിയനും തന്നിട്ട് മീൻ കണ്ടുപിടിക്കാൻ ചോദിക്കാം, അങ്ങനെയൊക്കെ ചോദിക്കാം. ഇനിയിപ്പോൾ എങ്ങനെയാണെങ്കിലും മീനും മീഡിയനും തന്നിട്ട് മോഡ് കണ്ടുപിടിക്കാനാണെങ്കിലും മീനും മോഡും തന്നിട്ട് മീഡിയൻ കണ്ടുപിടിക്കാനാണെങ്കിലും അതെങ്ങനെ ചോദിച്ചാലും നമുക്കൊരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. ഇക്വേഷൻ മീൻസ് ഒരു റിലേഷൻഷിപ്പ് ആണുള്ളത് നമുക്ക്. അതായത് മീനും മീഡിയനും മോഡും തമ്മിലുള്ള ഒരൊറ്റ റിലേഷൻഷിപ്പ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ഈസ് ഈക്വൽ ടു മോഡ്. ഇത് പല രീതിയിൽ ബൈഹാർട്ട് ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ട്. അതായത് മോഡ് ചോദിക്കുകയാണെങ്കിൽ മീൻ മൈനസ് മോഡ്. അപ്പൊ ഇത് പല രീതിയിൽ ബൈഹാർട്ട് ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പൊ മോഡ് ചോദിക്കുകയാണെങ്കിൽ മോഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് പഠിച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മീൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് പഠിച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെ പഠിച്ചു വെക്കുമ്പോൾ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറെ ഇക്വേഷൻസ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ആ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരൊറ്റ ഇക്വേഷൻ പഠിക്കുക, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിന് പലതും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് മീനും മോഡും ആണ് തന്നിട്ടുള്ളത്. ഒന്നുമില്ല, ജസ്റ്റ് തന്നിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 3 ഇൻറ്റു 45 മൈനസ് മീഡിയനെ നമുക്ക് തൽക്കാലം ഒരു എം എന്ന് വിളിക്കാം. നമുക്കത് അറിയില്ലല്ലോ, തന്നിട്ടില്ലല്ലോ, അല്ലെങ്കിൽ മീഡിയൻ തന്നെ ഇട്ടോ, ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. ദെൻ മീൻ 45 മൈനസ് മോഡ്. മോഡ് എന്താ? 48. തന്നിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിനെ ഈ 3 ഒന്ന് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. 3 ഇൻറ്റു 45 minus 3 into m is equal to 45 minus 48, that is minus 3. 48 minus 45 3 ആണല്ലോ, എന്നിട്ടൊരു മൈനസ് സിമ്പിൾ കൊടുത്താൽ പോരെ. സോ മൈനസ് 3. ഇനി ഇവിടെ തന്നെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ 3 എല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. ബിക്കോസ് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് നോക്കിയാലും റൈറ്റ് സൈഡ് നോക്കിയാലും ഒരു 3 ഉണ്ട്. ആ 3 ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ബാക്കി എന്ത് വരും? 45 മൈനസ് മീഡിയൻ ഇസ് ഈക്വൽ ടു മൈനസ് 1. ഇനി ഒന്നുമില്ല, അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ മതി. ഈ മീഡിയൻ അപ്പുറത്തോട്ട് കൊണ്ടുവയ്ക്കോ. അപ്പോൾ 45 പ്ലസ് 1 ഇസ് ഈക്വൽ ടു മീഡിയൻ, ദാറ്റ് ഇസ് മീഡിയൻ ഇസ് ഈക്വൽ ടു 46. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. ഇതിനകത്തുനിന്ന് മോഡ് ചോദിച്ചാലും മീഡിയൻ ചോദിച്ചാലും എല്ലാം ഈ ഒരു റിലേഷൻഷിപ്പ് ബൈഹാർട്ട് ചെയ്താൽ മതി. അല്ലാതെ ഓരോന്നിനും ഓരോ റിലേഷൻഷിപ്പ് ബൈഹാർട്ട് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഇതിനകത്തുനിന്ന് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അഡീഷണൽ പോയിന്റ് ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമെട്രിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസിന്റെ കേസിൽ എപ്പോഴും മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ് ആയിരിക്കും. അതൊന്ന് ഓർത്ത് വയ്ക്കുക. മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് ക്വസ്റ്റനിൽ ദ ഡിസ്ട്രിബ്യൂഷൻ ഇസ് സിമെട്രിക് അല്ലെങ്കിൽ ദ പോപ്പുലേഷൻ ഇസ് സിമെട്രിക് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനും മോഡും ഒരു പെർട്ടിക്കുലർ വാല്യൂ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ മീഡിയനും അത് തന്നെ ആയിരിക്കും. മീനും മോഡും മീഡിയനും സെയിം ആയിരിക്കും ഫോർ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. അത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. Second question, what percentage of values lies between first and third quartiles? ഫസ്റ്റ് ക്വാർട്ടൈലിന്റെയും തേർഡ് ക്വാർട്ടൈലിന്റെയും ബിറ്റ്വീൻ ലൈ ചെയ്യുന്നത് എത്ര പെർസെൻറ്റേജ് ഓഫ് വാല്യൂസ്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ? ക്വാർട്ടൈൽസ് എന്താന്ന് അറിയണം. അപ്പൊ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വാർട്ടൈൽസ് പറയുമ്പോൾ ക്വാർട്ടൈൽസിന്റെ കൂടെ നിൽക്കുന്ന വേറെ 2 ടേംസ് ഉണ്ട്. ഓക്കെ, ക്വാർട്ടൈൽസ് പറയുമ്പോൾ നമ്മളിങ്ങനെ ഓർത്ത് വെക്കുന്ന അല്ലെങ്കിൽ അപ്പൊ നമ്മുടെ കൂടെ വരുന്ന 2 ആൾക്കാരും കൂടെ ഉണ്ട്. എന്തൊക്കെയാ? ഫസ്റ്റിലത്തെ ആൾ എപ്പോഴും ക്വാർട്ടൈൽസ് തന്നെയാണ്, ക്വാർട്ടൈൽസ്. രണ്ടാമതായിട്ട് ക്വാർട്ടൈൽസ്, ഡെസൈൽസ് ആൻഡ് പെർസെന്റൈൽസ്.
ഇങ്ങനെ 3 ആൾക്കാരാണ് ആക്ച്വലി സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള പൊസിഷണൽ ആവറേജുകൾ എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കും മീഡിയൻ ഒരു പൊസിഷണൽ ആവറേജ് അല്ലേ? ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അത് ഏത് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതോ ഒരു എക്സാമിന് ചോദിച്ചതാണ്. നാല് ഇതേപോലെ മെഷറുകൾ തന്നിട്ട്, 4 മെഷേഴ്സ് തന്നിട്ട് വിച്ച് ഇസ് ദ പൊസിഷണൽ ആവറേജ് ഷെയർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ മീഡിയനും ഒരു പൊസിഷണൽ ആവറേജ് ആണ്. അപ്പൊ അത് ഇതിന്റെ കൂട്ടത്തിൽ പറയാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീഡിയൻ ക്വാർട്ടൈൽസിന്റെ ഉള്ളിൽ വരുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ അതിനെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് മൂന്നുമാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ എടുത്തു പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പൊസിഷണൽ ആവറേജുകൾ എന്ന് പറയുന്നത്, പൊസിഷണൽ ആവറേജസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്വാർട്ടൈൽസ്, എന്താണ് ഡെസൈൽസ്, എന്താണ് പെർസെന്റൈൽസ്? ക്വാർട്ടൈൽസ് എന്താന്ന് പറയാം. Quartiles are 3 points which divide the entire data set into 4 equal parts. തന്നിരിക്കുന്ന മുഴുവൻ ഡേറ്റാ സെറ്റിനെ 4 ഈക്വൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന 3 പോയിന്റുകളെയാണ് നമ്മൾ ക്വാർട്ടൈൽസ് എന്ന് വിളിക്കുന്നത്. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി ക്വാർട്ടൈൽസിൽ. ക്വാർട്ടൈൽസ് ആർ 3 points which divide the entire data set, മൊത്തം ഡേറ്റാ സെറ്റിനെ, the entire data set into 4 equal parts, 4 ഈക്വൽ പാർട്സുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പിക്ചോറിക്കലി കാണിക്കുകയാണെങ്കിൽ ഒരു Q1 വരയ്ക്കുമ്പോൾ അങ്ങനെ ഇക്വി ഡിസ്റ്റൻസ് ആയിരിക്കും എന്ന് ഇല്ല, പക്ഷെ ഇക്വി ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, Q2 ഫൈനലി Q3. അപ്പോ ഇവിടെ മുതൽ ഇവിടം വരെയായിരുന്നു നമ്മുടെ ഡേറ്റ. ആ ദ ഹോൾ ഡേറ്റാ സെറ്റിനെ 4 ഈക്വൽ പാർട്ടുകളാക്കി. 1 2 3 4 4 ഈക്വൽ പാർട്ടുകളാക്കി. പക്ഷെ അതിന് നമ്മൾ 3 പോയിന്റുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്, Q1 Q2 Q3. Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടൈൽ, Q2 സെക്കൻഡ് ക്വാർട്ടൈൽ, Q3 തേർഡ് ക്വാർട്ടൈൽ. ഇനി നമ്മൾ ഇതൊന്ന് ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും Q2 is lies in the middle. Q2 മിഡിലായിട്ടാണ് കിടക്കുന്നത്. സോ ഇറ്റ്സ് ദ മീഡിയൻ. അതാണ് ഞാൻ പറഞ്ഞത്, മീഡിയൻ ക്വാർട്ടൈൽസിന്റെ ഉള്ളിൽ വരുന്ന ഒരു വാല്യൂ ആണ്. അപ്പൊ നമ്മൾ ഈ സെക്കൻഡ് ക്വാർട്ടൈലിനെ ആണ് മീഡിയൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ പൊസിഷണൽ ആവറേജസ് പറയുമ്പോൾ വേറൊരു മെഷറായിട്ട് മീഡിയൻ എടുത്ത് പറയേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക്, ബിക്കോസ് സെക്കൻഡ് ക്വാർട്ടൈൽ ഇസ് ദ മീഡിയൻ. അതൊക്കെ എക്സ്പെക്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത് 3 points which divide the entire data set into 4 equal parts. Q1 ഫസ്റ്റ് ക്വാർട്ടൈൽ, Q2 സെക്കൻഡ് ക്വാർട്ടൈൽ, അത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സും ആയിരിക്കും. Q3 തേർഡ് ക്വാർട്ടൈൽ. അതിൽ Q2 is the middle position. Q2 എന്ന് പറയുന്നതാണ് ഏറ്റവും മിഡിൽ ആയിട്ടുള്ള പൊസിഷൻ. ദാറ്റ് ഇസ് ദ മീഡിയൻ ഓൾസോ. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന എത്ര പെർസെൻറ്റേജ് ഓഫ് വാല്യൂസ് ഉണ്ടെന്നാ. നമ്മൾ എപ്പോഴും പെർസെൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും 100% ആയിരിക്കുമല്ലോ. ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് 100% ആയിരിക്കും. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്താൽ എന്താ ഉണ്ടാവുക? ഫസ്റ്റ് പാർട്ടിൽ 25%, സെക്കൻഡ് പാർട്ടിൽ 25%, തേർഡ് പാർട്ടിൽ 25% ആൻഡ് ദ ലാസ്റ്റ് പാർട്ടിൽ 25%. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് Q1 മുതൽ Q3 വരെ എത്ര ഉണ്ടാവുന്ന. അപ്പോൾ ഒരു 25 പ്ലസ് അടുത്തൊരു 25, ദാറ്റ് ഇസ് 50% ഓഫ് ഒബ്സർവേഷൻസ് ആണ് അവിടെ ഉണ്ടാവുക. അതായത് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ 50% ആണ്. ഓപ്ഷൻ ബി ആണ്. 50% ഓഫ് വാല്യൂസ് ആണ് ഫസ്റ്റ് ക്വാർട്ടൈലും തേർഡ് ക്വാർട്ടൈലും ഉണ്ടാവുന്നത്. ഇനി 2022 ക്വാർട്ടൈൽ ചോദിച്ചു, ചിലപ്പോൾ നെക്സ്റ്റ് ടൈമിൽ ചോദിക്കുന്ന ഡെസൈൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് പെർസെന്റൈൽ ആയിരിക്കും ചോദിക്കേണ്ടാവുക. അപ്പൊ അതും കൂടി എന്താന്ന് അറിഞ്ഞിരിക്കാം. ഇനി ഡെസൈൽസ് എന്ന് പറയുന്നത് 9 points which divide the entire data set into 10 equal parts. തന്നിരിക്കുന്ന മൊത്തം ഡേറ്റാ സെറ്റിനെ 10 ഈക്വൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന 9 പോയിന്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡെസൈൽസ് എന്ന് വിളിക്കുന്നത്. 9 points which divide the entire data set into 10 equal parts. അതായത് പിക്ചോറിക്കലി കാണിച്ച അത് ക്യാപിറ്റൽ D1 D2 അങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഒരു D1 മുതൽ ഒരു D9 വരെ ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാം കൂടി വരച്ച് കാണിക്കുന്നില്ല. ഓക്കെ, ഒരു D1, അടുത്ത D2 എക്സെട്ര അപ് ടു ഒരു D9 വരെ ഉണ്ടാവും. ഇവിടെയാണ് ഡേറ്റ എൻഡ് ചെയ്യുന്നത്, ഇവിടെയാണ് ഡേറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 1 2 3 എക്സെട്ര അപ് ടു 10 ഈക്വൽ പാർട്ടുകൾ ഉണ്ട്. പക്ഷെ 9 പോയിന്റ്സേ ഉള്ളൂ. അപ്പൊ 9 ഡെസൈൽസേ ഉള്ളൂ, D1 D2 D9, ബട്ട് 10 ഈക്വൽ പാർട്സ് ആണ്.
ഇനി ഓരോ പാർട്ടിലും നമുക്കറിയാം ടോട്ടൽ പെർസെൻറ്റേജ് 100 ആണെങ്കിൽ ഓരോ പാർട്ടിലും 10% വീതമായിരിക്കും. അങ്ങനെ ഒരു 10 അപ്പൊ 100%. സോ ഡെസൈൽസ് ഓരോന്നിന്റെയും ഇടയ്ക്ക് 10% വീതമായിരിക്കും. അപ്പൊ ഫസ്റ്റ് ഡെസൈലിനും തേർഡ് ഡെസൈലിനും ഇടയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? ഇവിടെ ഒരു 10%, ഇവിടെ ഒരു 10%. സോ 20% ആയിരിക്കും അവിടെ വരിക. അതാണ് വ്യത്യാസം. രണ്ട് ക്വാർട്ടൈൽ Q1നും ഫസ്റ്റിനും തേർഡ് ക്വാർട്ടൈലിനും ഇടയ്ക്ക് 50% ഓഫ് ഒബ്സർവേഷൻസ് ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഡെസൈലിലായിട്ട് വരുമ്പോൾ 20% ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റൈൽ എന്തായിരിക്കും? They are 99 points and divide the entire data set into 100 equal parts. അതായത് മൊത്തം 99 points ഉണ്ട്. ആ 99 points divide the entire data set into 100 equal parts. 99 points 100 പാർട്ടാക്കി മാറ്റുന്നു, ഈക്വൽ പാർട്ടാക്കി മാറ്റുന്നു. 99 points 100 ഈക്വൽ പാർട്ടുകളാക്കി മാറ്റുന്നു. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് P1 എക്സെട്ര അപ് ടു P99 എന്നാണ്. അതും ക്യാപിറ്റൽ ലെറ്റർ തന്നെയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, 100 ഈക്വൽ പാർട്ട് ആണെങ്കിൽ ഒബ്വിയസ്ലി ഓരോ പാർട്ടിലും 1% വെച്ചിട്ടായിരിക്കും. അപ്പൊ ഒരു P1നും P3ക്കും ഇടയ്ക്ക് ആകെ 2% ഉള്ളൂ. അപ്പൊ അത്രയും കുറഞ്ഞു, പെർസെൻറ്റേജസ് കുറഞ്ഞു. അപ്പൊ അത് ഓർത്ത് വയ്ക്കാം. ഇതാണ് ക്വാർട്ടൈൽസ്, ഡെസൈൽസ് ആൻഡ് പെർസെൻറ്റൈൽസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചാൽ ഈ 3 വെച്ചിട്ടേ ചോദിക്കുള്ളൂ. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ആ ഒരു ഏരിയ ടച്ച് ചെയ്ത് പോവാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. Then the third question is, the variance of first n natural numbers. 2 ഇല്ല കേട്ടോ, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, സോറി. The variance of first n natural numbers. ആദ്യത്തെ n natural നമ്പേഴ്സിന്റെ വേരിയൻസ് പറയാണ്ട് തന്നെ അറിയാലോ. 2നും ചോദിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ വേരിയൻസ് എന്താ? n square minus 1/12. n square minus 1/12. അവിടെ വരുമ്പോൾ അവിടെ ഒരുപാട് എന്താ പറയാ റിസൾട്ടുകൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണത്. അതായത് നമ്മുടെ മെഷർമെന്റ്സ് വരുന്നിടത്ത്, അതായത് മീൻ, മീഡിയൻ, മോഡ്, അതായത് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, സ്ക്യൂനെസ്, കെർട്ടോസിസ് എന്നൊക്കെ ഉള്ള പാർട്ടുകളിൽ ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട്. ബിക്കോസ് അവിടെയാണ് നമുക്ക് മൊമെന്റ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ മൊമെന്റ്സ് ഒക്കെ വരുമ്പോൾ തന്നെ ആണെങ്കിലും ഞാൻ കഴിഞ്ഞ ഏതോ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് സെൻട്രൽ മൊമെന്റ് എന്താണ്, ഫസ്റ്റ് റോ മൊമെന്റ് എന്താണ്, സെക്കൻഡ് സെൻട്രൽ മൊമെന്റ്, അങ്ങനെ കുറേ റിസൾട്ടുകൾ ഉണ്ട്. പിന്നെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ മീൻ എന്താണ്, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ വേരിയൻസ് എന്താണ്, പിന്നെ വേരിയൻസിന്റെ ഒറിജിൻ ആൻഡ് സ്കെയിൽ ഇതെന്താണ്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു തിയറട്ടിക്കൽ ക്ലാസ് ആയിട്ട് ചെയ്യാം. അവിടെ ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട്. പിന്നെ ഡീവിയേഷൻ ഫ്രം ഒബ്സർവേഷൻ എടുക്കുമ്പോൾ എന്താ മാക്സിമം വരുന്നത് എന്തെടുക്കുമ്പോഴാണ്, ഏത് മെഷർ എടുക്കുമ്പോഴാണ്, മിനിമം വരുന്നത് ഏത് മെഷർ എടുക്കുമ്പോഴാണ്, അങ്ങനെ കുറേ റിസൾട്ടുകൾ അവിടെ ഉണ്ട്. അതൊക്കെ തിരിച്ചും മറിച്ചും ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കാറുള്ളതാണ്. പിന്നെ സം ഓഫ് സ്ക്വയർ ഓഫ് ദ ഡീവിയേഷൻ ഓഫ് ദ ഒബ്സർവേഷൻ ഫ്രം ദ അരിത്തമെറ്റിക് മീൻ ഇസ് 0. അങ്ങനെ കുറേ റിസൾട്ടുകൾ ഉണ്ട് നമുക്ക്. ആൻഡ് ദ സം ഓഫ് സ്ക്വയർ ഇസ് മിനിമം വെൻ ടേക്കൺ അബൌട്ട്, അങ്ങനെ കുറേ റിസൾട്ടുകൾ ഉണ്ട്. അതൊക്കെ നമുക്കൊരു തിയറട്ടിക്കൽ ക്ലാസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള റിസൾട്ടുകൾ നോക്കി വെക്കുക. അതൊരു പേപ്പറിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഈ വേരിയൻസ് ഓഫ് ഫസ്റ്റ് 2n നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട് ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ ആണെങ്കിലാണ് n സ്ക്വയർ മൈനസ് 1/12 വരാം. ഇനി the probability of 2 persons being born on the same day. രണ്ട് ഇൻഡിവിജ്വൽസ് ഒരേ ഡേയിൽ ബോൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇഗ്നോറിംഗ് ദ ഡേറ്റ്. ഡേറ്റ് നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ്, അതായത് മന്ത് ആൻഡ് ഇയേഴ്സ് ഒക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ്. സെയിം ഡേയിൽ ബോൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റി രണ്ട് ഇൻഡിവിജ്വൽസ് എങ്ങനെയായിരിക്കും? 4 ഓപ്ഷൻസ് ഉണ്ട്. 1/30, 1/31, 1/7 ആൻഡ് 1/365. എങ്ങനെയായിരിക്കും? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
അത് അതായത് നമുക്കിവിടെ രണ്ട് ഇൻഡിവിജ്വൽസ് ഉണ്ട്, നമുക്കുണ്ട്. അതില് ഒരു ഇൻഡിവിജ്വല് ഏത് ദിവസം വേണമെങ്കിലും ബോൺ ചെയ്യാം. അതായത് നമുക്ക് ഡേയ്സ് ഉള്ള, അതായത് നമ്മുടെ ഡേകൾ എന്ന് പറയുന്നത് ഒരു മൺഡേ മുതൽ സൺഡേ വരെയാണ്, 7 ഡേയ്സ് ആണ്. ഓക്കെ, മൺഡേ മുതൽ സൺഡേ വരെ 7 ഡേയ്സ് ആണ് നമുക്കുള്ളത്. ആ 7 ഡേയ്സിൽ ഏത് ദിവസം വേണമെങ്കിലും ഒന്നാമത്തെ ആൾക്ക് ബോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ ആളുടെ കാര്യം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ആള് മൺഡേ ആണ് ബോൺ ചെയ്തതെന്ന് വിചാരിക്കുക, രണ്ടാമത്തെ ആള് മൺഡേ തന്നെ ആവണമെങ്കിൽ 1/7 ആയിരിക്കും പ്രോബബിലിറ്റി. അത്രേ ഉള്ളൂ, സിമ്പിൾ. അവിടെ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ഇനിയിപ്പോ നമ്മൾ ഇയറും കൂടിയൊക്കെ അല്ലെങ്കിൽ മന്തും കൂടിയൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1/365 ആയിരിക്കും. അപ്പൊ ആ ക്വസ്റ്റ്യൻ വേറെ രീതിക്ക് മാറും. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, പ്രോബബിലിറ്റീസിന്റെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ നമുക്ക് ഒരു ക്ലാസ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ ആളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒന്നാമത്തെ ആള് ഏതെങ്കിലും ഒരു ദിവസം ബോൺ ചെയ്യണം, എന്നാലേ അതേ ദിവസം മറ്റേ ആളുടെ ബോൺ ചെയ്ത പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിപ്പോ സൺഡേ ആവാം, മൺഡേ ആവാം, ട്യൂസ്ഡേ, ഏതെങ്കിലും ഒരു ദിവസം ആവാം. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു ദിവസം ഫസ്റ്റിലത്തെ ആള് ബോൺ ചെയ്തു എന്ന് വിചാരിക്കുക, രണ്ടാമത്തെ ആളും അതേ ദിവസം ബോൺ ചെയ്യാൻ 1/7. അവിടെ ഇപ്പൊ നമ്മള് ഒരുപാട് സമയം എടുത്ത് ആലോചിച്ചൊന്നും കണ്ടുപിടിക്കാനില്ല അതിൽ ശരിക്കും. ചുമ്മാ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ അനോവയിലെയാണ്. അനോവയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ the analysis of variance is carried out by using t-test, set-test, chi-square test and f-test. ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് ചിന്തിക്കാനോ അല്ലെങ്കിൽ കുത്തിയിരുന്ന് ബൈഹാർട്ട് ചെയ്യാനോ ഒന്നുമില്ല. അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ വേരിയബിലിറ്റിയെ കമ്പോണന്റ് വേരിയബിലിറ്റീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അനലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത്, അല്ലെ? ദ അനാലിസിസ് ഓഫ് വേരിയൻസ് അല്ലെങ്കിൽ അനോവ എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ വേരിയബിലിറ്റിയെ കമ്പോണന്റ് വേരിയബിലിറ്റീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അനലൈസ് ചെയ്യും. അതിനെയാണ് നമ്മൾ അനോവ എന്ന് പറയുന്നത്. ഇനിയിപ്പോ അനോവയ്ക്കകത്ത് പറയാനാണെങ്കിൽ നമുക്ക് അനോവയിൽ വരുന്ന ഒരു ഇതെന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ആണ്. 3 പ്രിൻസിപ്പിൾസ് ആണ് ഒരു അനാലിസിസ് ഓഫ് വേരിയൻസ് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ നമുക്കുള്ളത്: റാൻഡമൈസേഷൻ, റെപ്ലിക്കേഷൻ ആൻഡ് ലോക്കൽ കൺട്രോൾ. ഈ റാൻഡമൈസേഷനും റെപ്ലിക്കേഷനും എല്ലാ ഡിസൈനിലും നമുക്ക് ആവശ്യമുള്ളതാണ്. അതൊക്കെയാണ് ഇത് ഓർത്തിരിക്കേണ്ടത്. ഇപ്പൊ ലോക്കൽ കൺട്രോൾ എല്ലായിടത്തും നമുക്ക് ആവശ്യമില്ല, ഹെട്രോജീനിറ്റി പറയുന്നിടത്ത് മാത്രം മതി ലോക്കൽ കൺട്രോൾ. പക്ഷെ റാൻഡമൈസേഷനും റെപ്ലിക്കേഷനും ഒക്കെ എല്ലാ ഡിസൈനിലും നമുക്ക് വേണ്ടുന്നതാണ്. ഇനി ഡിസൈൻസിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടത് 3 ഡിസൈൻസ് ആണ്: CRD, RBD, completely randomized design, randomized block design and LST. അങ്ങനെ ചോദിക്കലില്ല. ബാക്കി രണ്ടും CRD ആണ് ഏറ്റവും സിമ്പിൾ. അവിടെ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോൾ എററിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്, പിന്നെ LST ആവശ്യമില്ലാത്തത് ഏതിനാണ്, ലോക്കൽ കൺട്രോൾ ആവശ്യമില്ലാത്തത് ഏത് ഡിസൈനാണ്, പിന്നെ ഒരു മിസ്സിംഗ് ഒബ്സർവേഷൻ വന്നാൽ അത് അഫക്റ്റ് ചെയ്യാത്തത് ഏത് ഡിസൈനെയാണ്. ഇതൊക്കെ സ്ഥിരം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഭാഗത്തു നിന്ന് തന്നെ വരാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. ഇതൊക്കെ നമുക്ക് ഓരോരോ വീഡിയോസ് ആയിട്ട് ചെയ്യാം. തൽക്കാലം ഞാൻ ഈ 5 ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമേ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ അനോവയിൽ ഏത് ഫാക്ടർ ആണ് അല്ലെങ്കിൽ ഏത് ടെസ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഫ് ടെസ്റ്റ് ആണ്. MST by MSE, അതായത് ട്രീറ്റ്മെന്റ് സം ഓഫ് സ്ക്വയർസ് ബൈ മീൻ സം ഓഫ് സ്ക്വയർസ് ഓഫ് ട്രീറ്റ്മെന്റ് ബൈ മീൻ സം ഓഫ് സ്ക്വയർസ് ഓഫ് എറർ. എഫ് ടെസ്റ്റ് ആണ് നമ്മൾ അനോവയിൽ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഒന്നാമത്തെ ആൻസർ 46, രണ്ടാമത്തെ ആൻസർ 50%, മൂന്നാമത്തെ ആൻസർ n നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ n സ്ക്വയർ മൈനസ് 1/12 ആണ്. അപ്പൊ 2n ആകുമ്പോൾ എന്തായിരിക്കും? സിമ്പിൾ അല്ലേ? n ആണെങ്കിൽ n സ്ക്വയർ മൈനസ് 1/12. അപ്പൊ 2n ആണെങ്കിൽ 2n ദ ഹോൾ സ്ക്വയർ മൈനസ് 1/12. അപ്പൊ 4n സ്ക്വയർ മൈനസ് 1/12. അപ്പൊ 2n നാച്ചുറൽ നമ്പേഴ്സ് ആണ് ക്വസ്റ്റൻ എങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ, 4n സ്ക്വയർ മൈനസ് 1/12. അടുത്തത് 1/7, പിന്നെ എഫ് ടെസ്റ്റ്. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ്റെ ഈ 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഇതൊക്കെയാണ്. പിന്നെ ഈ ഓരോ ഭാഗങ്ങൾ പഠിക്കുമ്പോഴും അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള ബാക്കി റിസൾട്ടുകളും കൂടെ നോക്കി പോകുക. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓരോ ഭാഗമായിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.